ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇ-കൊമേഴ്സ് മൈൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിൽസ് നമുക്ക് എങ്ങനെ അടിച്ചു മാറ്റാം, അതാണ് ഇന്നത്തെ സ്ട്രാറ്റജി. അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കും വലുതായിട്ട് അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിയത് ഒരു മാനുവൽ ടാർഗറ്റിംഗ് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മാനുവലായിട്ട് ടാർഗറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്കറിയില്ല മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും ഒരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിൽസ് അടിച്ചു മാറ്റാം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനായിട്ട് ആദ്യം ഹാംബർഗർ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമ്പയിൻ മാനേജറിലോട്ട് പോവുക. എന്നിട്ട് ക്രിയേറ്റ് ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോൺസേർഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടാപ്പ് എക്സ്റ്റൻഡർ ആണ്. എക്സ്റ്റൻഡർ സ്പോൺസർ പ്രൊഡക്റ്റ്, ഏസിൻ ടാർഗറ്റിംഗ് എന്നെന്താ ഡേറ്റ് കൊടുക്കുക, എക്സാക്ട് ഇത്രയും സാമാനം കൊടുക്കുക. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക, നേരെ താഴോട്ട് വരിക, ക്യാമ്പയിൻ നെയിമിലിവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നേരെ മുകളിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം നേരെ താഴോട്ട് പോവുക, മാനുവൽ ടാർഗറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് കീവേഡ് ടാർഗറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരിക, എക്സ്പാൻഡ് മാറ്റുക, എക്സാക്റ്റ് കൊടുക്കുക, എൻ്റർ ലിസ്റ്റ് കൊടുക്കുക. അതിന് മുന്നേ നമുക്കിത് എന്താണെന്ന് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് ടാപ്പ് എക്സ്റ്റൻഷൻ ആണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആമസോണിലേക്ക് വന്നു. അതിനുശേഷം ടാപ്പ് എക്സ്റ്റൻഷൻ ഫോർ കിച്ചൺസും കയറി ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ വിൽക്കുന്ന മോഡൽ ഈ ഒരു മോഡലാണ്. ഓക്കെ, ഈ ഒരു മോഡൽ പ്രൊഡക്റ്റാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് 268 രൂപയാണെന്ന് വെച്ചോ. ഓക്കെ, ബാക്കി എല്ലാവരും വിൽക്കുന്നത് 299. അപ്പം നമുക്ക് യവന്മാരുടെ സെയിൽസ് നമുക്ക് അടിച്ചു മാറ്റണം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓർ മേ ബി നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില 169 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 299 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെയിൽസ് അവരുടെ നിന്ന് നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഇവർ ഓൾറെഡി സ്പോൺസേർഡ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ലിസ്റ്റിങ്ങിൽ ഓൾറെഡി ആൾക്കാർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കയറും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 500+ ആണ്. ഇപ്പോൾ ഇവരുടെ ലിസ്റ്റിങ്ങിലൊക്കെ ഓൾറെഡി ആൾക്കാർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരാൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ക്ലിക്ക് ചെയ്തു, അവർ റിവ്യൂ നോക്കാൻ വേണ്ടി താഴോട്ട് വരുന്ന സമയത്ത് ദേ കിടക്കുന്നു സ്പോൺസേർഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെക്കാളും വില കുറച്ചാണ് വെക്കുന്നത്. ഫോർ ലെറ്റ്സ് സേ 249 rupees. നമ്മളിത് ഇവിടെ നോക്കുന്നത് അതിനേക്കാളും അടിപൊളി ഡീൽ കിടപ്പുണ്ട് 169. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ഒരു ലിസ്റ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എവിടെയും നമ്മൾ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷനിലെ റിവ്യൂസ് മോശമാണ്, അതുകൊണ്ട് എത്രമാത്രം കൺവേർഷൻ നടക്കുമെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. ബട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് അത്യാവശ്യം 5 സ്റ്റാർ റേറ്റിങ്ങോ അല്ലെങ്കിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ ഇവരുടെ തന്നെ മേടിക്കത്തുള്ളൂ. മനസ്സിലായോ? ആമസോണിലെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർ 10 രൂപ ഇവിടെ കുറവ് കിട്ടുമോ അവിടെ നിന്ന് മേടിക്കും. അതാണ് ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്. മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ ഓഡിയൻസും വാല്യൂ ഫോർ മണി കൺസെപ്റ്റാണ് അവർ എപ്പോഴും ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് പ്രൈസ് വില കുറച്ച് വിൽക്കണമെന്നല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക.
അല്ലാണ്ട് എല്ലാവരും വിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. എനിക്കിപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ 100 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ 300 രൂപയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇനിഷ്യലി. നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ ലോ സേവ് ഉണ്ടാക്കി തരത്തുള്ളൂ. അതുകൊണ്ട് ഗോ ഫോർ ലൈക്ക് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ പ്രിഫർ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വളരെ സാച്ചുറേറ്റഡ് ആണ്. അതായത് ഓരോ സെക്ഷൻ എടുത്താലും ഓരോ റോ എടുത്താലും നമുക്ക് അവിടെ ഈ ഒരു പർട്ടിക്കുലർ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ എടുക്കുക. ഈ ഒരു മോഡൽ മാർക്കറ്റിൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാം. ബട്ട് ഞാനെപ്പോഴും പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു യൂണീക്കായിട്ടുള്ളൊരു USP വേണം. അതായത് നമ്മുടെ പോയിൻറ്റിന് എന്തെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു മോഡലിലെങ്കിലും ഡിഫറൻസ് വേണം. എന്നാലേ നമുക്ക് പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളിവിടെ വാട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ, വാട്ടർ സയൻസിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ 695 വിൽക്കുന്നത്. വാട്ടർ സയൻസ് ഇവിടെ 499 എടുക്കുന്നത്. ബട്ട് എന്നാലും അവർക്ക് സെയിൽസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും വേണം. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം എപ്പോഴും. എന്നാലേ ഇത് കൊണ്ടിട്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വെറുതെ കാശ് പോകുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഗുണമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് സ്പോൺസേർഡ് വഴി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇതെല്ലാം നമ്മൾ സ്പോൺസർ പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ആണ്. ഈ ഒരു ഏരിയ ഫുള്ളും, ഇതും ഈ ഒരു സെക്ഷൻ ഫുള്ളും, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ളും. ഇതൊക്കെ വീഡിയോ ആയിട്ടാണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ഏസിൻസ് നമുക്ക് കളക്ട് ചെയ്യണം. ഏസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പർ കണ്ടോ, ഈ ഒരു ഡിജിറ്റ് B0 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പർ, അഥവാ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോവുക. ഇവിടെ ഏസിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത് നിങ്ങളുടെ നോട്ട് പാഡിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ നമ്മൾ വിൽക്കുന്നത് നമ്മൾ ഈ നോവയുടെയാണ് വിൽക്കുന്നതെന്ന് വെച്ചോ, 199 രൂപയ്ക്കാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെക്കാൾ കോസ്റ്റ് കൂടിയ പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കുന്നത്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലെക്സിബിൾ അല്ലല്ലോ, ഫ്ലെക്സിഫൈ, അതാണ് അവരുടെ ബ്രാൻഡ് നെയിം. ഇവരുടെ ഏസിൻ നമ്മളെടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ് സെല് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ അണ്ടറിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എന്താ പറയുക, ക്യാമ്പയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കൺവേർഷനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ തപ്പി വരുന്ന ആളുടെ അണ്ടറിൽ ഈ ഒരു മോഡൽ ഇട്ടിട്ട് സ്പോൺസർ പ്രോഡക്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. മേ ബി കൺവേർഷൻ വരുമായിരിക്കും, വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് മോർ ലൈക്ലി നമുക്ക് കൂടുതൽ കൺവേർഷൻ വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന് അണ്ടറിൽ ചെയ്യുന്ന ടൈമിലായിരിക്കും, ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ടൈമിലായിരിക്കും. അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് വേറെ 3 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ അണ്ടറിൽ നമ്മൾ അഗ്രസീവായിട്ട് ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺവേർഷൻ വരും. 100% കൺവേർഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് പ്രൈസിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്, റിവ്യൂവിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് സെയിൽസ് കിട്ടും. പിന്നെ നമ്മളിത് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ വേറൊരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ അവർക്ക് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്, 3K+ ഉണ്ടാവും. നമുക്ക് ഇവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ജസ്റ്റ് അവരുടെ ഏസിൻ നമ്പർ കോപ്പി ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴോട്ട് പോവുക, ബെസ്റ്റ്സെല്ലർ റാങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹോട്ട് ന്യൂ റിലീസസിൽ പോവുക. ഇവിടെ ഓക്കെ, ഇത് ഞാനിങ്ങനെ എടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സാണ്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സ് അവർ മാക്സിമം ഇനീഷ്യലി ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം സെയിൽസ് കൂട്ടാനായിട്ട് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഒരു 100 റിവ്യൂ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടേത് ഇച്ചിരി ഓൾഡ് ലിസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഇവർക്കൊക്കെ റിവ്യൂസ് കുറവാണ്,
അതുപോലെ തന്നെ റിവ്യൂസ് മോശമാണ്, മേ ബി അവർ ചിലപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് ഇവരുടെ എസിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അത് വെറുതെ ചെയ്ത് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്യാത്തത്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടി, ടാർഗറ്റിൽ കൊടുക്കുക. ഒരെണ്ണം ആഡ് ആയിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, 2 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് വേറെ മുകളിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡൈനാമിക് ബിഡ് ഡൗൺ ഓൺലി അല്ലെങ്കിൽ ഫിക്സ് ബിഡ്സ്, എന്താണ് നിങ്ങളുടെ കൺവീനിയൻസ് അതനുസരിച്ച് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇത് ഓഡിയൻസ്, ഇത് ആക്ച്വലി ആമസോണിൻ്റെ പുതിയൊരു ഫ്യൂച്ചറാണ്. നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമൊക്കെ, നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ. അതിനുശേഷം താഴോട്ട് വരിക. ഇവിടെ ബഡ്ജറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് മിനിമം 100 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ 50 രൂപ കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ട, ലോഞ്ച് ക്യാമ്പയിന് കൊടുക്കുക. വൺസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ടപ്പ് എക്സ്റ്റെൻഡർ, ടാർഗറ്റിംഗ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ 2 പ്രൊഡക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അഡ്ജസ്റ്റ് ബിഡ്സിൽ കൊടുക്കുക, ഇൻക്രീസ് ബിഡ് ബൈ പെർസെൻറ്റേജ്, ഇവിടെ 10% കൊടുക്കുക, സേവ് കൊടുക്കുക, ഡൺ. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ വേറെ ഇഷ്യൂ വരത്തില്ല, സക്സസ്ഫുള്ളായിട്ട് റൺ ആവും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. വേറെ ഇവിടെ പ്രത്യേകിച്ച് അധികം ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ ക്യാമ്പയിൻ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിൽസ് നമ്മൾ ആമസോണിൽ കൂടെ അടിച്ചു മാറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവും അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പലരും കോഴ്സ് വഴി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ ഇപ്പോൾ വളരെ കോമ്പറ്റേറ്റീവാണ്. പണ്ടത്തെ പോലെ വളരെ എളുപ്പം ഒന്നുമല്ല ഇപ്പോൾ ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. എസ്പെഷ്യലി പ്രോഫിറ്റബിളായിട്ട് നമുക്ക് വിൽക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്ക് നല്ലപോലെ PPC കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പണ്ടത്തെ പോലെ ജസ്റ്റ് നമ്മൾ ചുമ്മാ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് കൈയും കെട്ടിയിരുന്ന സെയിൽ വരുന്ന പരിപാടി ഇപ്പോൾ ആമസോണിൽ പ്രാക്ടിക്കലല്ല. ആക്ച്വലി ക്യാമ്പയിൻസ് നല്ലോണം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, എന്തായാലും മലയാളത്തിൽ ഞാനങ്ങനെ ക്യാമ്പയിൻസ് ആരും അധികം അങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ഞാൻ തന്നെ ചെയ്യാം, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എൻ്റെ വീഡിയോ സീരീസ് വളരെ യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ കുറച്ച് ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്കും കുറച്ച് മോട്ടിവേഷൻ ആവും കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ ഗൈഡൻസോ കാര്യങ്ങളെന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കോഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒത്തിരി പേര് കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കോഴ്സ് ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി കോഴ്സ് വിറ്റ് വെറുതെ ചീത്ത പേര് കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോഴ്സ് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഗൈഡൻസ് എന്തെങ്കിലും വേണം, അല്ല കൺസൾട്ടിങ് സർവീസ് അങ്ങനെ എന്തെങ്കിലും വേണം, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് കോഴ്സായിട്ട് നമ്മളെന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ചാനൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും